ഈ കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം നടത്തുകയായിരുന്നു. കൂടുതൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നതിൽ ഉള്ള പ്രതികരണം ഉൾപ്പെടെയാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതേസമയം ഇപ്പോൾ ഇ.പി. ജയരാജൻ അവിടെ ഹാക്കിന്റെ വീട് സന്ദർശിക്കുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടി മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഏറ്റവും നിർഭാഗ്യകരമായ ഈ സംഭവത്തിൽ പോലീസ് കുറ്റക്കാരെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കട്ടെ. അതിനകത്തൊന്നും കോൺഗ്രസ് ഇടപെടുകയോ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാനോ ന്യായീകരിക്കാനോ തയ്യാറാകത്തില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ നടക്കുന്ന അക്രമ സംഭവങ്ങൾ ഈ വെഞ്ഞാറമൂടിലുണ്ടായത് ഒരു സംഘർഷവുമില്ലാത്ത വളരെ സമാധാനപരമായി കഴിഞ്ഞുകൂടിയ ഒരു സമൂഹം. വ്യത്യസ്ത പാർട്ടികളിൽപ്പെട്ടവരാണെങ്കിൽ പോലും ഒരു ശത്രുതാപരമായ സമീപനങ്ങളും പരസ്പരം ഉണ്ടായിരുന്നില്ല. അത്തരമൊരു പ്രദേശത്താണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏറിയത്. മിനിഞ്ഞാത് രാത്രി 11:30 മണിക്ക് വെഞ്ഞാറമൂട് നടന്നിട്ടുള്ള 2 യുവസഖാക്കളെ നിഷ്ഠൂരം വെട്ടിക്കൊന്ന സംഭവം. ഹക്കിൻ്റെ വീട്ടിലാണ് നമ്മൾ വന്നത്. 1 വയസ്സുള്ള കുട്ടി, കുടുംബം. ഇതുപോലെയാണ് ഹക്കിനോടൊപ്പമുള്ള സഖാവിനെയും വെട്ടിക്കൊന്നത്. ഈ സംഭവത്തിന് കുറേ മുമ്പ് തന്നെ ഇവിടെ കൊലപാതകത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുണ്ടായിരുന്നു. അതാണ് നമ്മളെല്ലാം കണ്ടിട്ടുള്ള ഇവിടെ തന്നെ ഫൈസലിനെ വെട്ടി. പക്ഷേ ഫൈസൽ മരിച്ചില്ല. ഇതെല്ലാം യാദൃച്ഛികമായി സംഭവിക്കുന്നതാണ് എന്ന് പറയാൻ നിർവാഹമില്ല. ഇതിൽ ആസൂത്രിതമായൊരു പദ്ധതിയുണ്ട്. ആദ്യത്തെ പദ്ധതിയിൽ കൊലപാതകം ലക്ഷ്യം പൂർത്തിയായില്ല. പിന്നെ ഈ കൊലയാളി സംഘം, കോൺഗ്രസ് ഗുണ്ടാ സംഘം, കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി സംഘടിപ്പിച്ചിട്ടുള്ള ഗുണ്ടാ സംഘം കൊലപാതക ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് മിനിഞ്ഞാന്ന് രാത്രി 2 ചെറുപ്പക്കാരെ കിട്ടി. പ്ലാൻ ചെയ്ത് പിന്തുടർന്ന് വന്ന് വെട്ടിക്കൊല്ലുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുപോലെയാണ് കായംകുളത്ത് സഖാവ് സിയാദ് കോവിഡ് ചികിത്സാ കേന്ദ്രത്തിൽ പോയി അവിടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരാളാണ്. ഒരു DYFയുടെ ചെറുപ്പക്കാരൻ. അവർക്കൊക്കെ ആഹാരം കൊടുത്ത് രാത്രി വീട്ടിലേക്ക് വരികയായിരുന്നു. ആ സിയാദിനെയാണ് കായംകുളത്ത് വെട്ടിക്കൊന്നത്. സിയാദിനെ കായംകുളത്ത് വെട്ടിക്കൊന്നതിൽ അവിടുത്തെ കോൺഗ്രസിൻ്റെ കൗൺസിലർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇത് ഇപ്പോൾ തിരുവനന്തപുരം, ആലപ്പുഴ ഇവിടെ മാത്രമാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കോൺഗ്രസ് അതിൻ്റെ സംസ്ഥാന നേതൃത്വവും മറ്റും അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും ഇതുപോലെ കൊലയാളി സംഘത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൊലയാളി സംഘത്തിൻ്റെ അരങ്ങേറ്റമാണ് ആലപ്പുഴയിൽ കായംകുളത്തും തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടും അരങ്ങേറിയത്. ഇനിയും മറ്റു ജില്ലകളിൽ ഇത്തരം കൊലപാതകം നടത്താനുള്ള സാധ്യതയുണ്ട്. അത് കോൺഗ്രസിൻ്റെ ഒരു ആസൂത്രിത നീക്കമാണ്. കാരണം അവർ പല ശ്രമങ്ങൾ നടത്തിയിട്ടും ഈ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനോ കേരളത്തിലെ പിണറായി ഗവൺമെൻറ്റിനെ ഏതെങ്കിലും തരത്തിൽ ദുർബലപ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല. അതിലവർ നിരാശരാണ്. ആ നിരാശയിൽ നിന്ന് അവർ കണ്ടെത്തിയിട്ടുള്ള പുതിയ വഴി കൊലപാതകം നടത്തുക. സ്വാഭാവികമായും നാട് പ്രതികരിക്കും. ഉത്തമരായ 2 ചെറുപ്പക്കാർ ജനസേവനം മാത്രം കൈമുതലാക്കി എല്ലാവരെയും സഹായിക്കുന്ന 2 ചെറുപ്പക്കാരെയാണ് ഇവിടെ വെട്ടിക്കൊന്നത്. നാട് ക്ഷോഭിക്കും, ജനങ്ങൾ ക്ഷോഭിക്കും. അപ്പോൾ ഈ അക്രമികൾക്ക് നേരെ തിരിച്ചടിക്കും. അങ്ങനെ തിരിച്ചടി ഉണ്ടാകുമ്പോൾ രാജ്യം മുഴുവൻ കലാപമുണ്ടാക്കാം, രാജ്യം മുഴുവൻ അക്രമമുണ്ടാക്കാം, രാജ്യം മുഴുവൻ ചോരപ്പുഴ ഒഴുക്കാം. ഈ ലക്ഷ്യമാണ് കോൺഗ്രസ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തിരുവോണ നാളിൽ ഇവിടെ രക്തപൂക്കളമല്ലേ ഉണ്ടാക്കിയത്. ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു ഇന്നലെ ഇതിന് ശേഷം
പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനം കണ്ടു. അദ്ദേഹം പറഞ്ഞ് SDPIക്കാരാണ്. അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിനൊരു ബന്ധവുമില്ല. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാം കോൺഗ്രസിൻ്റെ സജീവക്കാരാണ്, കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളുമായിട്ട് അടുത്ത ബന്ധമുള്ളവരാണ്. ഈ സംഭവം നടന്നതിന് ശേഷം ഈ കൊലയാളികൾ സംഭവം നടത്തിയെന്ന വിവരം അറിയിക്കുന്നത് അടൂർ പ്രകാശിനെയാണ്. അടൂർ പ്രകാശിനെയാണ് ആദ്യം വിളിച്ചത് എന്ന് ചില മാധ്യമങ്ങൾ ആ വാർത്ത പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ അതിശക്തമായ ഗൂഢാലോചന ഉണ്ട്. അവർ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ്. കോൺഗ്രസിൻ്റെ ചരിത്രം അതാണ്. അടൂർ പ്രകാശിന് നേരിട്ട് പങ്കുണ്ടെന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. കാരണം ഇവർ വിളിച്ചിരിക്കുന്ന അടൂർ പ്രകാശിനെയാണ്. ലക്ഷ്യം നിർവഹിച്ചു എന്നാണ് അവർ കൊടുത്തിരിക്കുന്ന മെസ്സേജ് എന്നാണ് പുറത്തു വന്നിട്ടുള്ള വാർത്ത. അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതാണോ കോൺഗ്രസ് കൈകാര്യം ചെയ്യാൻ രാഷ്ട്രീയം? അങ്ങേക്കൊപ്പമുള്ള ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞത്, നമ്മോട് തന്നെ പറഞ്ഞത്, ഈ അടൂർ പ്രകാശിന്റെ അറിവോടുകൂടിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തമായ ഗൂഢാലോചന പങ്കുണ്ടോ എന്നാണ്. ആ ആരോപണം ഉണ്ടാവുക. തീർച്ചയായും ഞാനത് നിഷേധിക്കുന്നില്ല. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഈ സംഭവങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം പടം ഇന്ന് മാത്രമല്ല, എല്ലാ ജില്ലയിലും ഇത്തരം കൊലപാതക സംഘത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രിമിനലുകൾ, പക്ക ക്രിമിനലുകളെ സംഘടിപ്പിക്കുക, അത് കോൺഗ്രസ് പണ്ട് ശീലിച്ചതാണ്. 6 പേരെ പാർട്ടി ഓഫീസിനകത്ത് തീയിട്ട് ചുട്ടുകൊന്നവരാണ്. ഒരു മനപ്രയാസം ഉണ്ടായിട്ടില്ല. ഇന്നലെ ഇത്തരം നിഷ്ഠൂരമായ സംഭവം തിരുവോണ നാളിൽ ചോരപ്പൂക്കളെ സൃഷ്ടിക്കുക, 2 ചെറുപ്പക്കാരെ വെട്ടിക്കൊല്ലുക, ആ സംഭവത്തെ ന്യായീകരിക്കാനും അതിൻ്റെ അക്രമികളെ സംരക്ഷിക്കാനും എത്ര നഗ്നമായിട്ടാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഈ നിലപാട് രാജ്യത്ത് സമാധാനം ഉണ്ടാക്കുന്നതല്ല. കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയണം. ഈ UDF അക്രമി സംഘത്തെ, ഈ കൊലപാതക രാഷ്ട്രീയത്തെ അവസാനിപ്പിക്കാൻ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാകണം. UDFിലെ ഘടക പാർട്ടികളെല്ലാം ഈ കൊലപാതകത്തിൽ കോൺഗ്രസിനോടൊപ്പമാണോ? കോൺഗ്രസിന് ഈ നിലപാടിനോടൊപ്പമാണോ? അവരും അവരുടെ നയം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് പ്രതിപക്ഷ നേതാവ് മുല്ലപ്പള്ളിയൊക്കെ പറഞ്ഞത് CPM മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുന്നു, സംസ്ഥാനമൊട്ടാകെ പാർട്ടി ഓഫീസുകാരെ ആക്രമണം ഉണ്ടാക്കുന്നു, CPM പ്രകോപനം സൃഷ്ടിക്കുന്നു എന്നാണ് അവരുടെ ഇന്നത്തെ വാദം. ഈ കൊലപാതകം അതാണോ? അതിൻ്റെ അർത്ഥം കൊലപാതകത്തെ ന്യായീകരിക്കുന്നു എന്നാണ്. ഒരിക്കലും ഒരു ഉന്നത രാഷ്ട്രീയ നേതാക്കൾ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കരുത്. കൊലപാതകത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കൊലപാതക ന്യായീകരണം അക്രമികൾക്ക് പ്രചോദനമാണ്. ഈ അക്രമികൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള നടപടികളാണ്. ഇവർ കൊടുത്തിരിക്കുന്ന ഒരു സന്ദേശം തന്നെ ഞാൻ കേട്ടത്, നിങ്ങൾ സംഭവം നടത്തിക്കൊള്ളൂ, നിങ്ങൾക്ക് കേസ് ഞങ്ങൾ നോക്കിക്കൊള്ളൂ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കൊള്ളുമെന്ന് ഈ കൊട്ടേഷൻ സംഘങ്ങൾക്ക്, ഈ കോൺഗ്രസ് ഗുണ്ടാ സംഘങ്ങൾക്ക് ഏറ്റവും നല്ല പിന്തുണയും കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇതാണ് ഈ നാട്ടിലുള്ളത്. മാധ്യമങ്ങളെല്ലാം ഈ കാര്യങ്ങൾ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളത് കാര്യങ്ങളിൽ നീതിപൂർവ്വം പ്രവർത്തിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അവരാശുപത്രിയിലേക്ക്, അവരുടെ ഉമ്മക്ക് സുഖമില്ലാത്തതുണ്ട്, ആശുപത്രിയിലേക്ക്. അത് ഇത് ഒരു പ്രശ്നം ഇവിടെ ഇല്ലല്ലോ. ഇവിടെ 2 ചെറുപ്പക്കാർ മോട്ടോർ വെഹിക്കിൾ വരുമ്പോൾ പിന്തുടർന്ന് വന്ന് വെട്ടിക്കൊല്ലല്ലേ, അതിന് കാവൽ നിൽക്കല്ലേ വെട്ടിക്കൊല്ലാൻ. അവരെല്ലാം കോൺഗ്രസ്സുകാരാണ്, പിടിക്കപ്പെട്ടല്ലോ. അവരിതിനും കൊലപാതകത്തിന് മുമ്പ് നടക്കുകയും കൊലപാതകം നടത്താൻ ശ്രമിക്കുകയും കേസിൽ പെടുകയും കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇടപെട്ട് ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരികയും സ്വീകരണം കൊടുക്കുകയൊക്കെ ചെയ്തതല്ലേ. അത് ഈ നാട് കണ്ടിട്ടുള്ളതല്ലേ. അവർ തന്നെയല്ലേ ഈ കൊലപാതകം നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് കണക്കാക്കണം? കോൺഗ്രസിൻ്റെ നേതാക്കളുടെ അറിവും അവർ കൂടി ആലോചന നടത്തിയിട്ടുള്ളത് തന്നെയാണ് ഈ സംഭവമെന്ന് ഇത് നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. ഈ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും ഒരു സമഗ്രമായ അന്വേഷണം ഈ കേസിലുണ്ടാകും. അവരുടെ ഗൂഢാലോചന സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം വേണം. ഉന്നത നേതാക്കന്മാർക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് ഞാൻ അത് മാത്രമല്ല പറയുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ അവർ ഗുണ്ടാ സംഘത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, കൊലപാതക സംഘത്തെ. അതിന് പക്ക ക്രിമിനലുകളെ റിക്രൂട്ട് ചെയ്ത് സജ്ജമാക്കിയിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾ ജാഗ്രത പാലിക്കണം.
അടൂർ പ്രകാശിന് ഗൂഢാലോചനയിലുള്ള പങ്ക് അന്വേഷിക്കണമെന്നാണ് മന്ത്രി EP ജയരാജൻ പറയുന്നത്. കൊലപാതകം നടന്നത് എംപിയുടെ അറിവോടെയാണ്. ഇന്ന് CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ന്യൂസ് 18നോട് അടൂർ പ്രകാശിന്റെ പങ്ക് സംബന്ധിച്ച് പേരെടുത്ത് വിമർശനം നടത്തിയിരുന്നു. അക്കാര്യങ്ങളൊന്നും തന്നെ നിഷേധിക്കുന്നില്ല. താൻ സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്നതാണ് EP ജയരാജൻ പറയുന്നത്. EP ജയരാജൻ അവിടെ ഹക്കിന്റെ വീട് സന്ദർശിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത്. ഇപ്പോൾ ആനാവൂർ നാഗപ്പൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ സമാപന ദിവസം ഇവിടെ ചരിത്രത്തിലാദ്യമായി LDF-ന് മേൽക്കൈ കിട്ടി എന്നുള്ളതാണ് കോൺഗ്രസുകാരെ ചൊടിപ്പിച്ചത്. ഈ പ്രദേശം ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തിയല്ലായിരുന്നു. ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ LDF-ന്റെ CPM-ന്റെ ഒരു പഞ്ചായത്ത് നമ്മൾ ജയിക്കുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സംഘർഷാവസ്ഥയുണ്ടായി, പിരിഞ്ഞുപോയി, വേറെ പ്രശ്നങ്ങളുണ്ടായില്ല. അത് കഴിഞ്ഞാണ് ഫൈസൽ ഖാനെ യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമിച്ചത്. DYFIന്റെ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിയാണ് ഫൈസൽ ഖാൻ. ഒരു പ്രകോപനവും ആ ഘട്ടത്തിലുണ്ടായിരുന്നില്ല. മൃഗീയമായാണ് ആക്രമിച്ചത്, കൊലപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചത്. ഭാഗ്യത്തിന് ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെടുകയാണ് ചെയ്തത്. 307 വകുപ്പ് അനുസരിച്ച് കേസെടുത്തു. ആ കേസിൽ പോലീസ് സ്റ്റേഷനിൽ അടൂർ പ്രകാശ് നേരിട്ട് ഇടപെടുകയുണ്ടായി. അദ്ദേഹം ടെലിഫോണിൽ വിളിച്ച് പോലീസിനെ ഭീഷണിപ്പെടുത്തി. അദ്ദേഹം പരസ്യമായി തന്നെ ഈ കൊലയാളികൾക്ക് വേണ്ടി ഇവിടെ രംഗപ്രവേശനം ചെയ്തത് ഈ നാട് മുഴുവൻ കണ്ടതാണ്. അവർ പോലീസ് അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിലിറക്കി. ജാമ്യത്തിലിറക്കിയതിൽ എല്ലാ സംരക്ഷണവും കൊടുത്ത് കോൺഗ്രസ് നേതാക്കന്മാരാണ് ഈ MP അടക്കം. അവർ പുറത്തിറങ്ങി ഇവിടെ വലിയ വീണ്ടും പഴയതുപോലുള്ള വിഹാരം ആരംഭിച്ചു. അവർ പരസ്യമായി തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് MP ഉണ്ട്, ഞങ്ങൾക്ക് സംരക്ഷണമുണ്ട്, അതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്യില്ല, ഒരു കേസിലും ഞങ്ങളൊന്നും ചെയ്യാൻ പോണില്ല. ഈ ധൈര്യമാണ് ഈ 2 ചെറുപ്പക്കാരെ കൊല്ലപ്പെടുത്താൻ അവരെ പ്രേരിപ്പിച്ചത്. വളരെ പ്ലാൻ ചെയ്ത് നിഷ്ഠൂരമായി നടന്ന കൊലപാതകമാണ്. ഒരു കാര്യം നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. ഫൈസൽ ഖാനെ ആക്രമിച്ചതിന് ശേഷം ഇവിടെ അതുമായി ബന്ധപ്പെട്ട പ്രചാരവേലകൾ DYFI നടത്തിയതൊഴിച്ചാൽ ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരുടെ നേരെ ഒരു തുറിച്ചു നോക്കി എന്ന് പറയുന്ന ഒരു പരാതി പോലും ഉണ്ടായിട്ടില്ല. ആരെയും ആക്രമിക്കാൻ ഈ പ്രദേശത്ത് ഇവിടുത്തെ പാർട്ടി സഹാക്കൾ തുനിഞ്ഞിട്ടില്ല. പ്രചാരവേലയും പ്രചരണവും നടത്തി ഇതിനെതിരായി. അത് നടത്തി എന്നുള്ളതാണ് DYFI ചെയ്തത്, ഇവിടുത്തെ പാർട്ടി. ഈ ഫൈസൽ ഖാൻ ആക്രമിച്ചതിന് ശേഷം പിന്നെ ഒരു സംഭവം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പോലീസിനും ആ പ്രതീക്ഷ ഉണ്ടാവാനിടയില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷേ നേരത്തെ പ്ലാൻ ചെയ്ത് അവർ ആക്രമി സംഘം നന്നായി തയ്യാറെടുപ്പ് നടത്തിയിട്ടാണ് കൊലകുട്ടികൾ. ആ കൊലപാതകം കണ്ടാൽ മനസ്സിലാവും, ആ ശരീരം കണ്ടാൽ മനസ്സിലാവും, കൊല്ലുക എന്ന ലക്ഷ്യത്തോടെയാണ്. അതല്ലാതെ ആകസ്മികമായ ഉണ്ടായ ഒരു ഏറ്റുമുട്ടലിന്റെ ഭാഗമായി ഉണ്ടായ സംഭവങ്ങളൊന്നും അല്ലേ കൊല്ലാൻ തയ്യാറായത്. അത് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ മുഴുവൻ സപ്പോർട്ടാണ്. ഇവിടുത്തെ MP-യുടെ ബലമാണ് ഈ കൊലപാതകത്തിന്റെ പിന്നിലുള്ളത്. ഈ അടൂർ പ്രകാശത്തിന്റെ ഇടപെടലാണ് ഈ പ്രദേശത്തെ സംഘർഷഭരിതമായും കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ ഇടപെടലാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഗൂഢാലോചനയെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം പോലീസ് നടത്തണം. അതിൽ MP-ക്ക് പങ്കുണ്ടാവും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. അക്കാര്യത്തിൽ നല്ല ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുണ്ടാവണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നേരത്തെ ന്യൂസ് 18നോട് നൽകിയ പ്രതികരണം അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്തത്. അടൂർ പ്രകാശിനെ പ്രതികൾ വിളിച്ചിട്ടുണ്ട്, ഗൂഢാലോചനയിൽ പങ്കുണ്ട്, അക്കാര്യങ്ങൾ അന്വേഷിക്കണം. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു. അവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ CPM-ന് ഉണ്ടായ മെച്ചവും നേട്ടവുമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആസൂത്രിതമായ ആക്രമണത്തിന് പിന്നിലെന്ന് പറയുന്നു. ഇപ്പോൾ BV അരുൺ അവിടെ നിന്നും ചേരുകയാണ്. അരുൺ, നേതാക്കൾ അവിടം സന്ദർശിച്ച് അവരുടെ പ്രതികരണങ്ങളാണ് വരുന്നത്. വലിയ രാഷ്ട്രീയ മാനങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാവുകയാണ്. എന്താണ് അവിടെ നിന്നും കൂട്ടിച്ചേർക്കാനുള്ളത്? രേണുക, രാഷ്ട്രീയ നേതാക്കളുടെ CPM-ന്റെ നേതാക്കളുടെ സന്ദർശനം പൂർത്തിയായി. EP ജയരാജൻ അടക്കമുള്ളവർ മടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് നേരത്തെ 1.5 മാസം മുമ്പ് ഈ അക്രമത്തിൽ ഇതേ പ്രതികൾ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ അക്രമം നേരിട്ട ഫൈസൽ എന്ന DYFI നേതാവാണ്. ഫൈസലിന്റെ പ്രതികരണത്തിലേക്ക് പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫൈസൽ, എന്താണ് ഈ സംഭവം സംഭവിച്ചത്? 3 മാസം മുമ്പ് അവർ എന്നെയാണ് ആക്രമിച്ചത്. അതിലും ഇത്ര ക്രൂരമായിട്ട് അന്ന് ഹക്കിനെയും ചെയ്യാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അവർക്ക്. അന്ന് 3 മാസം മുമ്പ് എന്നെ ഒറ്റ കിട്ടിയപ്പോഴത്തേക്ക് എന്നെയാണ് അവരാദ്യം ചെയ്തത്.
3 ദിവസം മുമ്പ് ആണ് സംഭവം. തേമ്പാമൂട്. ഇതേ സ്ഥലത്ത് തന്നെയാണ്? അല്ല എൻ്റെ ജംഗ്ഷൻ കുറച്ച് ഒരു കിലോമീറ്റർ അകത്ത് വെച്ചാണ്. ആരൊക്കെയായിരുന്നു അന്ന് ആ കേസിൽ പ്രതികൾ? ഈ കേസിലകത്തെ പ്രതികൾ തന്നെയാണ്. പേര് പറയാമോ അവരുടെ? സജീവ്, അൻസർ, സജിത്ത്, അജ്മൽ, റിയാസ്, ഷിയാസ്. അന്ന് ഈ ആക്രമണത്തിന് കാരണം എന്തായിരുന്നു അവർ പറഞ്ഞിരുന്നു? ഈ ചെറിയ ഒരു ഗ്രൂപ്പിൽ നടന്ന ഒരു സംസാരത്തിൻ്റെ പേരിലാണ്, ഒരു പൊളിറ്റിക് ഗ്രൂപ്പിൽ നടന്ന സംസാരത്തിൻ്റെ പേരിലാണ് ഈ പ്രശ്നം ഉണ്ടാവാൻ കാരണം. അതിൻ്റെ പേരിലാണ് എല്ലാവരും പൊളിറ്റിക് ഗ്രൂപ്പ് എല്ലാവരും ഉണ്ട്, എല്ലാ പാർട്ടിക്കാരും ഉള്ള ഒരു ഗ്രൂപ്പാണ്. പിന്നെ ഒരു കൊട്ടിക്കലാശത്തിൻ്റെ അന്ന് ചെറിയൊരു പിടിച്ചതുള്ള ഒരു ലോക്സഭ തിരഞ്ഞെടുപ്പ് അതന്ന് കഴിഞ്ഞാണ്. പിന്നെ ഈ ഗ്രൂപ്പിൽ നടന്ന തർക്കത്തിൻ്റെ പേരിലാണ് ഇത്രയും വിഷയമാവും. ഈ പ്രതികൾക്ക് രാഷ്ട്രീയ ബന്ധമില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്താണ് ഇവർക്ക് ബന്ധങ്ങളുണ്ട്? കാരണം ഞാൻ ഈ കേസിൻ്റെ ഇതുമായി വെഞ്ഞാറോട് പോയപ്പോഴത്തേക്ക് ഇവർ ജാമ്യം എടുക്കാനും മറ്റുള്ള കേസിനും MP ഉൾപ്പെടെ ഇവിടെ കോൺഗ്രസ് നേതാക്കളുടെ സപ്പോർട്ടോടു കൂടിയാണ് ഇവിടെ വന്നതും കാര്യങ്ങളെല്ലാം. അവർ ജാമ്യത്തിലടക്കാൻ വെട്ടപ്പാറ സ്റ്റേഷനിൽ പോയ സമയത്ത് എല്ലാ നേതാക്കന്മാരും ഉണ്ടായിരുന്നു ഇവിടെ. എൻ്റെ സുഹൃത്തുക്കളെല്ലാം ക്വാറന്റൈനിലും കിടന്നാണ്. ഈ പ്രതിക്ക് പലരും SDPI പ്രവർത്തകരാണെന്നും ഒക്കെ പ്രതിപക്ഷം. ഇല്ല, ഒരിക്കലും ഇല്ല. അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരാണോ പ്രദേശത്ത്? അതോ ഏതാണ്? സൈത്തൊക്കെ അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരാണ്. ഈ ഉണ്ണി എന്നൊരു ഒരാൾ കസ്റ്റഡിയിലുണ്ട്. ഉണ്ണി ആരാണ്? വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകം ഉണ്ടാകുന്നതിന് മുൻപ് ആക്രമിക്കപ്പെട്ട ആളുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെയും അത്തരം പ്രവർത്തനങ്ങൾ ഇതേ പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇത് ആസൂത്രിതമാണ് എന്ന ആരോപണം ബലപ്പെടുത്തുന്നതാണ് ചില പ്രതികരണങ്ങൾ അവിടെ നിന്ന് വരുന്നത്. തിരിച്ചു വരാം. ഇടവേള.